പുനഃസംഘടനാ വിഷയത്തിൽ സംസ്ഥാന ബിജെപിയിൽ തമ്മിലടി രൂക്ഷം. ബിജെപി ഭാരവാഹി യോഗത്തിൽ നിന്ന് നേതാക്കൾ ഇറങ്ങിപ്പോയി. കെ സുരേന്ദ്രന് അനുകൂലമായ കേന്ദ്ര നിലപാടിൽ യോഗത്തിൽ വൻ പ്രതിഷേധമാണ് ഉണ്ടായത്. വിജൻ വായാന്തോട് വിവരങ്ങൾ നൽകാനുണ്ട്. വിജൻ, ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ശക്തമായ ഒരു വികാരം സുരേന്ദ്രനെതിരെ പാർട്ടിക്കകത്തുണ്ട്. ആ സമയത്താണ് കഴിഞ്ഞ തവണ ചേർന്ന യോഗങ്ങളിലൊക്കെ പല നേതാക്കളും വിട്ടുനിൽക്കുന്ന അനുഭവമുണ്ടായി. പിന്നീട് സംസ്ഥാന നേതൃയോഗം ചേരുമ്പോൾ ആ നിലപാട് അവർ തുടരുകയും ചെയ്തു. ഇന്ന് ആരൊക്കെയാണ് യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? എന്താണ് അവരുടെ നിലപാട്? അന്ന, ഇന്ന് നടന്ന യോഗത്തിലല്ല, ഇന്നലെ നടന്ന ഓൺലൈൻ യോഗത്തിൽ നിന്നാണ് ഈ നേതാക്കൾ ഇറങ്ങിപ്പോയത്. വിട്ടുനിന്നതും അല്ല. ഇതിൽ ഏറ്റവും വലിയ പ്രതിഷേധം കെ സുരേന്ദ്രനെ സംസ്ഥാന പ്രസിഡന്റായി വീണ്ടും തുടരാനുള്ള ഒരു സാഹചര്യം ഒരുക്കാനുള്ള നീക്കം കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതിലുള്ള പ്രതിഷേധമാണ് പി കെ കൃഷ്ണദാസും അതുപോലെ തന്നെ എ എൻ രാധാകൃഷ്ണനും ഒപ്പം എം ടി രമേശും ജി കാശിനാഥനും ഉൾപ്പെടെയുള്ള നേതാക്കൾ രേഖപ്പെടുത്തിയത്. അതിന് പ്രധാനമായി കാണേണ്ട കാര്യം, കഴിഞ്ഞ 5 വർഷമായി കെ സുരേന്ദ്രനാണ് സംസ്ഥാന പ്രസിഡന്റായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ നിലയിൽ 3 വർഷമാണ് പ്രസിഡന്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അതിനുശേഷം മറ്റൊരു പുനഃസംഘടന നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രന് 2 വർഷത്തെ എക്സ്റ്റൻഷൻ ലഭിക്കുകയായിരുന്നു. പക്ഷേ കേന്ദ്ര നേതൃത്വം, ഇപ്പോൾ വാനതി ശ്രീനിവാസൻ എന്ന കേന്ദ്ര നിരീക്ഷക ഈ ഓൺലൈൻ യോഗത്തിൽ വ്യക്തമാക്കിയത്, ഈ സുരേന്ദ്രൻ്റെ കാലാവധി, അതായത് 2 ടേമിനോട് അടുക്കുന്ന കാലാവധി അത് 2 ടേമായി കണക്ക് കൂട്ടാൻ കഴിയില്ല. കാരണം അതൊരു അധിക ചുമതലയായി നൽകിയതാണ് എന്ന കാര്യമാണ് വ്യക്തമാക്കിയത്. അതിനർത്ഥം ഒരുപക്ഷെ 2ാമത്തെ ടേമായി സുരേന്ദ്രൻ ഒരു തവണ കൂടി പ്രസിഡന്റായി തുടരാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിനുള്ള പ്രതിഷേധമാണ് പി കെ കൃഷ്ണദാസും ഒപ്പം തന്നെ എം ടി രമേശ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തത്. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത്. ഓൺലൈൻ മീറ്റിംഗിൽ നിന്ന് ആ ഓൺലൈൻ ഓഫ് ചെയ്ത് ഓഫ്ലൈനാക്കി ഇറങ്ങിപ്പോവുകയായിരുന്നു നേതാക്കൾ ചെയ്തത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും അന്ന സൂചിപ്പിച്ചതുപോലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനുശേഷമൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് BJP സംസ്ഥാന നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കെ സുരേന്ദ്രനെ മാറ്റാനുള്ള മുറവിളിയും ഒരു തോൽവിയുടെ ഉത്തരവാദിത്വം കെ സുരേന്ദ്രന് തന്നെയാണ് എന്ന ഭാഗവും വാദവും ഒക്കെ ഉന്നയിച്ചാണ് എതിർപക്ഷം കെ സുരേന്ദ്രനെതിരായ നീക്കം ശക്തമാക്കിയിരുന്നത്. ശോഭാ സുരേന്ദ്രൻ ഒപ്പം തന്നെ പി കെ കൃഷ്ണദാസ്, എം ടി രമേശ്, രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിന് ചുക്കാൻ പിടിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വീണ്ടും സുരേന്ദ്രനെ തന്നെ നേതൃത്വത്തിൽ ഏൽപ്പിക്കാൻ ഉള്ള ഒരു നീക്കം കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നോ എന്ന സംശയമാണ് ഇപ്പോൾ കൂടുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് BJPയിലെ കാര്യങ്ങൾ എത്തിക്കുന്നത് എന്നുള്ളതാണ് ഇന്നലത്തെ ഓൺലൈൻ യോഗത്തിൽ നിന്ന് ഈ ഇറങ്ങിപ്പോക്കിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നേരിട്ടുള്ള പ്രതിഷേധം ഒക്കെയായി ഇവർ തന്നെ രംഗത്തെത്താനുള്ള സാധ്യതയുമുണ്ട്. നേരത്തെ നേതൃയോഗം തന്നെ മാറ്റിവെക്കേണ്ട സാഹചര്യത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. കാരണം കോർ കമ്മിറ്റി യോഗം ചേരാതെ നേതൃയോഗം ചേരാൻ അനുവദിക്കില്ല, തങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന നിലപാട് പി കെ കൃഷ്ണദാസും ഒപ്പം തന്നെ എം ടി രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കളും കർശനമായി അത്തരം ഒരു അഭിപ്രായം വ്യക്തമാക്കിയതോടെ നേതൃയോഗം തന്നെ മാറ്റിവെക്കേണ്ട ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. അതിനുശേഷമാണ് കോർ കമ്മിറ്റി യോഗം ചേർന്നത്. എന്തായാലും ഇന്നലെ ചേർന്ന ഈ ഭാരവാഹി യോഗത്തിൽ വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് എടുത്തു കാണേണ്ട മറ്റൊരു കാര്യം. ഇത് തുടർ ദിവസങ്ങളിലും ഉണ്ടാകും എന്നാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ കെ സുരേന്ദ്രൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിനൊപ്പം മണ്ഡലം, അതുപോലെ തന്നെ ബ്ലോക്ക്, ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലേക്കുള്ള ഈ 5 ടേം പൂർത്തീകരിച്ചവർക്ക് 5 വർഷമായി നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് കൂടി മത്സരിക്കാനുള്ള അവസരം ഒരുങ്ങും എന്ന കാര്യവും ഈ വാനതി ശ്രീനിവാസൻ യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനർത്ഥം ഏറ്റവും അടിത്തട്ടിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധം പുനഃസംഘടനയ്ക്കെതിരായി ഉണ്ടാകും. ചില നേതാക്കൾ, ചില പ്രസിഡന്റുമാർ തുടരാനുള്ള സാഹചര്യമൊക്കെ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ ഈ പുതിയ നിർദ്ദേശം ഉപതെരഞ്ഞെടുപ്പുകളിലെ തോൽവി, വലിയ തിരിച്ചടികളൊക്കെ കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ മേൽ പഴിചാരി കേന്ദ്ര നേതൃത്വത്തിന് ഒരു വിശദീകരണം കൊടുക്കുകയാണ് ചെയ്തത്. പി കെ കൃഷ്ണദാസും എം ടി രമേശും ശോഭാ സുരേന്ദ്രനും ഒരു വശത്ത് നിൽക്കുമ്പോൾ കേന്ദ്ര നേതൃത്വം ഈ നിലപാടെടുക്കുന്നതിനെ അങ്ങനെ പെട്ടെന്നൊന്നും ഇവരെ മയപ്പെടുത്താൻ കഴിയില്ല എന്നുകൂടിയാണ് ഈ പ്രതിഷേധം വ്യക്തമാക്കുന്നത്. തീർച്ചയായും വലിയ പ്രതിഷേധം ഉപതെരഞ്ഞെടുപ്പിന് ശേഷവും മുമ്പുമൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ പോലും ഇതിലൊരു തീരുമാനത്തിലേക്ക് എത്താനോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർദ്ദേശം കൃത്യമായി നൽകാനോ കേന്ദ്ര നേതൃത്വം തയ്യാറായിട്ടില്ല. ഒപ്പം തന്നെ ഈ വി മുരളീധരൻ്റെ അനുകൂലികളായിരുന്നു വലിയ തരത്തിലുള്ള സംസ്ഥാന നേതൃത്വത്തിൽ ഒക്കെ അതിൻ്റെ അധികാരങ്ങൾ കൈയാളിയിരുന്നത്. അതിൻ്റെ മറ്റ് പോഷക സംഘടനാ ഭാരവാഹിത്വത്തിൽ ഒക്കെ അവരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇങ്ങോട്ട് ഈ അവസാന ഘട്ടത്തിലേക്ക്, പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ വി മുരളീധരനും സുരേന്ദ്രൻ
സുരേന്ദ്രനും തമ്മിലുള്ള അകൽച്ച കൂടി ചില ഘടകങ്ങളിൽ ചില നേതാക്കളിൽ നിന്ന് തന്നെ പ്രത്യക്ഷമായി ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു സാഹചര്യം ഒരുങ്ങുന്നതായുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. അതിനർത്ഥം ഒരുപക്ഷെ സുരേന്ദ്രനെ മാറ്റി ഏതെങ്കിലും തരത്തിൽ വീണ്ടും PK കൃഷ്ണദാസ്, മുരളീധരൻ പക്ഷങ്ങൾ ഒരുമിച്ച് നിന്ന് ഒരു നീക്കം സുരേന്ദ്രനെതിരായി നടത്താനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സൂചനയാണ് ഇത്രയും ശക്തമായ നിലപാട് ഈ ഭാരവാഹി യോഗത്തിൽ തന്നെ ഈ നേതാക്കൾ സ്വീകരിക്കുന്നു എന്നുള്ളതും എടുത്തു കാണേണ്ടതാണ്. PK കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവർ അതുകൊണ്ട് തന്നെയാണ് ഓൺലൈൻ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അനുരണനങ്ങൾ കൂടുതൽ ശക്തമായി ഉയരും എന്നതിൽ പ്രതീക്ഷിക്കാം. പുനഃസംഘടനാ വിഷയത്തിൽ സംസ്ഥാനത്തെ BJP-യിൽ തമ്മിലടി രൂക്ഷമാകുന്നു. K. സുരേന്ദ്രനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സംസ്ഥാന നേതൃത്വം, കേന്ദ്ര നേതൃത്വം സുരേന്ദ്രന് അനുകൂലമായ നിലപാടെടുത്തതിലാണ് ഈ പ്രതിഷേധം കടുക്കുന്നത്. വിജൻ വായന്തോട് വിവരങ്ങൾ നൽകിയത്.